ഹലോ പ്രൈസലോട് എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഹലോ എഴുന്നേറ്റോ? പിന്നെ ഉപദേശി യാത്രയിലാണ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ വരുന്ന സ്ഥലത്ത് ആ ടീമിന് സന്തോഷം. സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? രാവിലെ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ടീമായിട്ട് ആന്ധ്രാപ്രദേശിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പുറകിലുള്ള എല്ലാ ബൂസ്റ്റപ്പിനും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾ, ചിലർ നല്ല കമൻറ്റുകളൊക്കെ അയച്ചു തന്നു. നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷമായിട്ട് ഞാൻ രാവിലെ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായം. അതിനകത്ത് 45 മുതൽ നിങ്ങൾ വായിക്കണം. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി കേട്ടോ. 52-ാമത്തെ വാക്യം ഞാൻ വായിക്കാം, കേട്ടെ. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. തമിഴ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അയ്യോ എന്നാണ് കേട്ടോ. കഷ്ടമൊന്നുമില്ലാതെ അയ്യോ എന്ന് വിളിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ഈ വളരെ സിംബോളിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യം. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്: നിങ്ങൾ കടക്കുന്നില്ല, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളയുക. ഈ വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നിങ്ങളത് ശ്രദ്ധിക്കണേ. ഈ കർത്താവ് ഇത് പറയാൻ കാര്യം, അന്നുണ്ടായിരുന്ന ഏറ്റവും സ്കോളേഴ്സായിട്ടുള്ള, സാധാരണക്കാരല്ല, സ്കോളേഴ്സ്, എല്ലാ വിധത്തിലും സ്കോളേഴ്സ്, അവരുടെ തലയ്ക്കകത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇല്ലേ? പൗലോസ് ഒരിക്കലും അതേനെ ചെന്ന് പ്രസംഗിക്കാൻ നേരത്ത് അതേനു കൂടിയിരുന്ന ഓഡിയൻസിനെ പോലെ അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും നന്നായിട്ട് തിരുവഴുത്തിന് അറിയാവുന്നവരാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഈ അറിവ് നിങ്ങൾക്കുണ്ടെന്നല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കൊട്ടുള്ള വളർച്ചയും കാണുന്നില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തൊന്നുമില്ലാന്ന് ചുരുക്കം. അപ്പം ഞാൻ നിൽക്കുന്നത് നോക്കിയേ, മനോഹരമായ ഒരു തെങ്ങ അല്ലേ? എങ്ങനെ വന്നാലും ഒരു കുറഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ 8 വർഷം പഴക്കമുണ്ടാവും ഈ തെങ്ങിന്. മനോഹരമായ തെങ്ങ്. അതാണ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ ഓടിക്കളിക്കാനും സാറ്റ് കളിക്കാനൊക്കെ പറ്റുന്നൊരു തെങ്ങ്. വളരെ മനോഹരമായിട്ടുണ്ട്. ആന്ധ്രയിലൊരു തെങ്ങ് കേട്ടോ. ഇതിനെ വെള്ളം ഒഴിച്ചു നല്ല വളമിട്ട് അവരെ വളർത്തിയെടുത്തൊരു തെങ്ങാണ്. ഒരുപാട് പേര് ആശിച്ചിരുന്നൊരു തെങ്ങ് അല്ലേ? തേങ്ങ കായ്ക്കും അല്ല? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെങ്ങ് വെച്ചിട്ടില്ലേ? ആ തെങ്ങ് വെച്ചിട്ട് നിങ്ങൾ എന്നാൽ പോകുന്ന വഴിക്ക് തേങ്ങ ഇരിക്കണമെന്ന് പറഞ്ഞ് വെച്ചാണോ? അല്ലല്ലോ. തേങ്ങയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുപോലെ വെച്ചൊരു തെങ്ങാണിത്. ഈ തെങ്ങ് ഇതുപോലെ ഒരുപാട് തെങ്ങ് ഞാൻ റോഡ് സൈഡിൽ കണ്ടു. പക്ഷേ ഞാൻ പെട്ടെന്ന് ഈ തെങ്ങിനടുത്ത് വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വണ്ടി ചവിട്ടി എൻ്റെ വണ്ടി കിടക്കുന്നു. വണ്ടി ചവിട്ടി ഞങ്ങൾ റിവേഴ്സിൽ വന്നതാണ് ഈ തെങ്ങിനടുത്തോട്ട്. എന്തിനാണെന്നറിയോ? ഒരു സന്ദേശം ദൈവം എനിക്ക് തന്നു ഈ തെങ്ങ് കണ്ടപ്പോൾ. ഉടനെ ഞാൻ ഈ തെങ്ങിനടുത്ത് വന്നപ്പോൾ ദൈവം പറഞ്ഞു, അനിയല്ലേ, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നീ വായിച്ചില്ലേ? അതാണ് ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാനവിടെ ഇറങ്ങി ഓടി വന്നു ഈ തെങ്ങിനെ ആകെ മൊത്തം വീക്ഷിച്ചു. നോക്കിയേ, ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സംഭവം. ഞാനെന്തോ വലിയ സംഭവിച്ച് ഈ തണ്ടു നോക്കി ഓക്കെ, എന്നെ കൊണ്ടോ നോക്ക്, ഞാനെന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇപ്പോഴേ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി നിങ്ങൾ ചിരിയുടെ അർത്ഥം. ഓക്കെ, ഞാനെന്തോ വലിയ സംതിങ്ങാണ്. എൻ്റെ വണ്ണം നോക്കിക്കേ, എൻ്റെ പൊക്കം നോക്കിക്കേ. പക്ഷേ നിങ്ങൾ ഈ തെങ്ങിൻ്റെ മണ്ടലോട്ടോ നോക്കിക്കേ, കണ്ടോ? ഇതാണ് പല ആൾക്കാരും. മണ്ടയില്ലാത്ത തെങ്ങുകൾ, മണ്ടയില്ല, ഭയങ്കര സെറ്റപ്പാണെന്നാണ് പറയുന്നത്. പക്ഷേ ഫലം ഉണ്ടോയെന്ന് നോക്കിയപ്പം ഫലം പോയിട്ട് അതിൻ്റെ മണ്ട പോലും ഇല്ല. എന്നിട്ട് ഇപ്പം എന്നാ വെച്ചേക്ക് നോക്കിയേ എന്ന് വെച്ചു, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഒരു കോൺക്രീറ്റ്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ തെങ്ങിൽ ഉണ്ടായതല്ല കോൺക്രീറ്റ്. അവർക്ക് മനസ്സിലായി ഇവനിൽ ഫലമില്ലാത്തത് കൊണ്ട് ഇവനെ മറ്റൊരു കാര്യത്തിന് കൊള്ളാം എന്നും പറഞ്ഞ് വെച്ചേക്കുക. എന്നിട്ടോ ആ ആൾക്കാർ ഇവിടെ ആവശ്യത്തിനുള്ള ഒരു മറയൊക്കെ കെട്ടി എല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പോലും പ്രയോജനമില്ല. അവിടെ കാടും കയറി കിടക്കുന്നു, അവർക്കും പ്രയോജനമില്ല. ഇതുപോലെ ഒരു കാലത്ത് ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നവരാണ്. പിന്നെ വചനം പഠിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അവസാനം ഇപ്പോൾ ദൈവമില്ലയെന്ന് പറയുക. ഇപ്പം അവർ പറയുകയാണ്, ചെങ്കടലിൽ കൂടെ അവർ കടന്നു പോയതൊക്കെ ഒരു ഇമാജിനേഷനായിട്ട് നമ്മൾ എടുത്താൽ മതി. ഇപ്പോൾ അവർ പഠിച്ച് ചെന്നിട്ട് പറയുക, പിന്നെ
ആ കർത്താവായ യേശുക്രിസ്തു അല്ല ഭൂമി ഉണ്ടാക്കിയത്. എനിക്കറിയാൻ പാടില്ല എന്നാ പറ്റിയത്, എന്നാ വേറൊന്നുമല്ല, ഒന്നും വിചാരിക്കണ്ട. സംഭവം ഇതാ, മണ്ട എപ്പോഴോ പോയി. പഠിച്ച് ദൈവവചനം എന്ന് പറഞ്ഞ് പഠിച്ച് അവസാനം ദൈവവും വേണ്ട ദേവനും വേണ്ടാത്ത അവസ്ഥയിലായി. അങ്ങനെ എത്തി നിൽക്കുക. എന്നാ ചോട് നോക്കിയാൽ എന്നാ വണ്ണം നോക്കും, ചോട് ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ ഈ ചോടിനനുസരിച്ചുള്ള സെറ്റപ്പ് മേലോട്ടില്ല. അതാണ് പ്രശ്നം. വളർച്ചയില്ല, ഫലമില്ല, ഒരു സാധനമില്ല. ഇതുപോലെ ഒരുപാട് തെങ്ങ് ഞാൻ ഈ പറമ്പിനകത്ത് കണ്ട് വരുന്ന വഴിക്ക് അവിടെ നിന്ന് നിർത്തി നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ഞാൻ പോകുന്ന വഴിക്ക്, എൻ്റെ വിജയവാഡയ്ക്ക് ഇനി ഒരു 100 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഈ തെങ്ങിനെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവം, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ചോദിക്കുക, നിങ്ങൾ ഈ തെങ്ങ് പോലെയാണോ? മണ്ടേ വല്ലതും ഉണ്ടോ? ഫലമുണ്ടോ? ഇലയുണ്ടോ? മടലുണ്ടോ? കോഞ്ഞാട്ടയുണ്ടോ? നിങ്ങൾ കോഞ്ഞാട്ടയായി പോയി, എന്നാലും വേണ്ടിയില്ല. കോഞ്ഞാട്ടയുണ്ടോ? അതെല്ലാം ഈ തെങ്ങിനകത്തുള്ള സാധനമാണ്. നമ്മൾ ചിന്തിക്കും തേങ്ങ മാത്രമേ ഉപകാരമുള്ളൂ. നല്ല പണ്ട് പാസ്റ്റർ കെ എബ്രഹാം പറഞ്ഞതുപോലെ ചിരട്ടയും പ്രയോജനമുള്ളതാണ്, തേങ്ങയും പ്രയോജനമുള്ള, വെള്ളം പ്രയോജനമുള്ളതാണ്, ചകിരി പ്രയോജനമാണ്, തൊണ്ട് പ്രയോജനമാണ്. എന്നാ പ്രയോജനം ഇല്ലാത്തത്? കരകൗശല വസ്തുക്കൾ മേടിക്കുന്ന കടയിൽ ചെല്ലുമ്പം മിക്കവാറും ഇരിക്കുന്ന മൊത്തം തെങ്ങിൻ്റെ ഉപകരണങ്ങളാണ്. തെങ്ങിൻ്റെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ തവി ഉണ്ടായിരുന്നു. തവി ചിരട്ടയും കൊണ്ടുണ്ടാക്കിയ തവിയാണ്. അയ്യോ, ആ ചിരട്ടയും കൊണ്ടുണ്ടാക്കിയ തവി നല്ല മൈലേജ് വീട്ടിൽ ഓടിയ തവിയാണ് കേട്ടോ. ആ തവിക്കൊരു പ്രത്യേകത ഉണ്ട്. ആ തവിയിൽ നിന്ന് ചിരട്ട ഊരിയെടുത്ത് കഴുകാം. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒരു കുത്തുമ്പോഴത്തേക്ക് ചിരട്ട ടൈറ്റായി ഉണ്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പിന്നെ സ്വർണ്ണക്കരണ്ടി ആയിരിക്കും. ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചിരട്ട തവി ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ആ എന്തുവാ സ്റ്റീലിൻ്റെയൊക്കെ വന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അതായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കലം ഉണ്ടായിരുന്നു, ഒരു ഫേമസ് കലം, അലുമിനിയത്തിൻ്റെ കലവേ. അതിനകത്ത് ചോറ് വെച്ചുകൊണ്ട്. എൻ്റെ പ്രിയരെ, വന്ന വഴി മറക്കാൻ പാടില്ല കേട്ടോ. ചില ആൾക്കാർ പിന്നെ അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ വലിയ സെറ്റപ്പ്. എന്നാ വലിയ സെറ്റപ്പ് പറയുന്നത് ഇതുപോലെയാണ്. മണ്ട പോയി. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഫലം നാട്ടുകാർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല കേട്ടോ. നമ്മുടെ ഫലം നാട്ടുകാർക്കുള്ളത്. പല ആൾക്കാർ ചിന്തിക്കുന്ന ഈ തെങ്ങായിരിക്കും ഈ ഫലം തിന്നുന്നതെന്നല്ല. ഈ തെങ്ങ് കായ്ച്ചാൽ നാട്ടുകാർക്കാക്കണം. ഈ തെങ്ങിൽ മടലുണ്ടായാൽ നാട്ടുകാർക്കാക്കണം. ഈ തെങ്ങിൽ ഓലയുണ്ടെങ്കിൽ നാട്ടുകാർക്കാണ്. അല്ലാണ്ട് തെങ്ങിനല്ല മടൽ കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനും ഒരു തെങ്ങാണ് കേട്ടോ. തെങ്ങിന് എത്ര കാലം ആയുസ്? തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. ദീർഘവർഷങ്ങൾ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ്. നല്ല തേങ്ങ കിടിലൻ സാധനമാണ്. പക്ഷേ ഇന്നത്തെ വിശ്വാസികൾക്കും ഒരു ചുരുക്കം ചില ശുശ്രൂഷകന്മാർക്കും ഈ പരുവത്തിലായി പോവുക, മണ്ടയില്ലാത്ത തെങ്ങായി പോവുക. എനിക്ക് നിങ്ങൾക്ക് മണ്ട വേണം. അത് നല്ല രീതിയിൽ അനേകർക്ക് പ്രയോജനമാകുന്ന രീതിയിലുണ്ടാകും കേട്ടോ. നിങ്ങൾ പഠിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് ആളുകളെ അകലിൽ നിന്നാക്കി മാറ്റരുത്. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ പ്രസംഗം ഒക്കെ ഫലമുള്ളതായിട്ട്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി രാവിലെ സമയം. കർത്താവേ, എന്നെ ഫലമുള്ളതാക്കി മാറ്റണേ, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റണേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അങ്ങനെ മാറ്റും. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകാം. നല്ല ദൈവ സ്വർഗ്ഗ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് തിരുസലേക്ക് അടുത്ത് വരുന്നു. കർത്താവേ, ഒരു മണ്ട പോയ തെങ്ങ് പോലെ ആകാനല്ല, അനേകർക്ക് പ്രയോജനമുള്ള ഒരു ശുശ്രൂഷകനായി മാറുവാൻ, അനേകർക്ക് പ്രയോജനമുള്ള ഒരു ദൈവദാസിയായി മാറുക ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾ പഠിപ്പിക്കുന്നു. ആ പഠനം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായി തീരുവാൻ കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഒരുപാട് പേര് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചിലർ അവരെ കടത്തുന്നില്ല എന്നാണ് ഞങ്ങൾ വായിച്ചത്. കർത്താവെ, 11-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ അനേകരെ ഓരോ ദിവസവും അങ്ങയുടെ അടുത്തിലേക്ക് കടത്തിവിടുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവാനുഗ്രഹിക്കണം, കൃപ ചെയ്യണം. പ്രാർത്ഥന നന്ദി യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, നിങ്ങളുടെ ഫലം നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഫലം നാട്ടുകാർക്കാണ്. ദൈവം നിങ്ങളെ സമർപ്പിക്കാൻ കഴിയും. താങ്ക് യു.